രാസവളത്തിന്റെ വിലവർധനവും ലഭ്യതക്കുറവും കർഷകർക്ക് തിരിച്ചടിയാവുന്നു. പൊതുവെ കാർഷിക വിളകളുടെ വിലക്കുറവ് മൂലം പലരും കൃഷി ഉപേക്ഷിക്കുമ്പോഴാണ് ഇരുട്ടടിയായി രാസവളങ്ങൾക്ക് വിലയും വർദ്ധിക്കുന്നത്. രാസവളങ്ങളുടെ ലഭ്യതക്കുറവും വിലവർധനവുമാണ് കർഷകർക്ക് തിരിച്ചടിയാവുന്നത്. ജലസേചനത്തിന് മാർഗമില്ലാത്ത തോട്ടങ്ങളിലെ തെങ്ങ്, കമുക്, റബ്ബർ തുടങ്ങിയ നാണ്യവിളകൾക്ക് തുലാമാസത്തിൽ തന്നെ അവസാനഘട്ട വളപ്രയോഗം നടത്തേണ്ടിയിരുന്നത് വളത്തിൻ്റെ ലഭ്യതക്കുറവിനെ തുടർന്ന് ഈ സീസണിൽ മുടങ്ങിയതായും അതേ തുടർന്ന് അടുത്ത വർഷം ഉൽപ്പാദനത്തെ കാര്യമായ രീതിയിൽ ബാധിക്കുമെന്നും കർഷകർ പറയുന്നു. പൊട്ടാഷിൻ്റെയും യൂറിയയുടെയും ലഭ്യതക്കുറവ് വാഴ കർഷകരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പച്ചക്കറി കർഷകർക്കും പ്രയാസം നേരിടുന്നു. പൊട്ടാഷ് ചാക്കിന് 250 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. 1550 നിന്ന് 1800 രൂപയായി. പൊട്ടാഷും നൈട്രജനും ഫോസ്ഫറസും ചേർന്ന കൂട്ടുവളങ്ങൾക്കും ഇതോടെ വില കൂടി. 18-9-18 എന്ന കൂട്ടുവളത്തിന് 1210 നിന്ന് 1300 രൂപയായി വർദ്ധിച്ചു. ഫാക്ടം ഫോസിന് 1400 നിന്ന് 1425 അടുത്തിടെയാണ് ഇതിന് 1300 നിന്ന് 1400 ഉയർന്നിരുന്നത്. ഇഫ്കോ 20-20-013 1300 നിന്ന് 1350 യൂറിയയുടെ വില 270 രൂപയാണ്. എന്നാൽ ഇതാവട്ടെ ആവശ്യത്തിന് കിട്ടാനില്ല. ഒരു തെങ്ങിന് വർഷം 3 മുതൽ 5 കിലോഗ്രാം വരെ രാസവളം നൽകേണ്ടി വരും. ഒരേക്കറിൽ 75 തെങ്ങിന് വളമിടാൻ 22,000 രൂപയാകും ചെലവ്. വർഷം 4,000 രൂപ അധികം കണ്ടെത്തണം. പച്ചക്കറികൾക്ക് ഏക്കറിന് 600 ഗ്രാം വളം 3-4 തവണയായി നൽകണം. ഏക്കറിന് 45,000 രൂപയുടെ വളം വേണം. വർഷം 5,000 രൂപ അധികമായി കണ്ടെത്തേണ്ട അവസ്ഥയാണ്. റബ്ബറിന് ഒരേക്കറിൽ 180 മരങ്ങൾക്ക് വർഷം 2 തവണയാണ് 650 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ വളം നൽകേണ്ടത്. 14,000 രൂപയുടെ വളം വേണം. ഏക്കറിന് 3,000 രൂപ അധികം ചിലവാകുമെന്നും കർഷകർ പറയുന്നു. 1 ഹെക്ടർ വയലിലെ നെല്ലിന് ഫാക്ടം ഫോസ്, പൊട്ടാഷ്, യൂറിയ എന്നിവ 3 തവണയായി ഇടുന്നതിന് 2 വിളയ്ക്കുമായി വർഷം ഏക്കറിന് 2,000 രൂപ അധികം ചെലവ് വേണ്ടിവരും. കേന്ദ്ര സർക്കാർ രാസവളങ്ങൾക്ക് നൽകുന്ന സബ്സിഡിയിൽ കുറവ് വരുത്തിയതോടെയാണ് വില കുതിച്ചുയർന്നത്. 2023-2024 വർഷത്തിൽ 65,199 കോടി സബ്സിഡി നൽകിയത് 2024-2025 വർഷത്തിൽ 52,310 കോടിയായും 2025-2026 49,000 കോടിയായും വെട്ടിക്കുറച്ചു. 2017 മുതൽ വളം സബ്സിഡി കർഷകർക്ക് നേരിട്ട് നൽകാതെ രാസവളം കമ്പനികൾക്കാണ് നൽകുന്നത്. 2026 മാർച്ച് മാസം മുതൽ ഭൂവിസ്തൃതിക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് ആധാർ മുഖേന കർഷകന് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി നൽകുന്ന സംവിധാനം വരുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ സബ്സിഡി ലഭിക്കാത്തതിനാൽ കച്ചവടക്കാർ അവർക്കിഷ്ടമുള്ള രീതിയിൽ വില ഈടാക്കുകയാണ്. എന്നാൽ യൂറിയ കിട്ടാനുമില്ല. വളത്തിൻ്റെ പ്രധാന ഘടകമായ ഫോസ്ഫോറിക് ആസിഡിന് അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയതാണ് വില വർദ്ധിക്കുവാൻ മറ്റൊരു കാരണം. പൂർണ്ണമായും ഇറക്കുമതി ചെയ്യുകയാണിത്. ചൈന, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും വളം ഇറക്കുമതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.